ഹായ് യോൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ കോങ്കോയോട് പോർച്ചുഗൽ സമനില വഴങ്ങി. ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മോശം പ്രകടനമാണ് നടത്തിയത്. എന്നാൽ പോർച്ചുഗലിലെ താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പാടെ അവഗണിച്ചു എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ്. അതായത് പോർച്ചുഗലിന്റെ വേൾഡ് ക്ലാസ് മധ്യനിര ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയില്ല, പാസുകൾ പോലും നൽകാൻ മടിച്ചു എന്നാണ് റൊണാൾഡോയുടെ ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ലഭിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനകത്ത് ഒറ്റപ്പെട്ടു പോയി എന്നാണ് പലരും വിലയിരുത്തുന്നത്. ഈ വിഷയത്തിൽ റൊണാൾഡോയുടെ ആരാധകരിൽ നിന്നും വലിയ പൊങ്കാലയാണ് പോർച്ചുഗൽ താരങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പോർച്ചുഗലിന്റെ മധ്യനിര താരങ്ങൾക്കാണ് വലിയ പൊങ്കാല ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാവോ നെവസ്, വീട്ടീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുടെ കമന്റ് ബോക്സിലൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരുടെ ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ബ്രൂണോ ഫെർണാണ്ടസിനാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിക്കുന്നത്. ക്രിസ്ത്യാനോ ഫാൻസിന്റെ പൊങ്കാല ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസിന് തന്നെയാണ്. അതിലെ ചില കമന്റുകളൊക്കെ ഇപ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. ഒരു കമന്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ ക്യാപ്റ്റനെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസിനോട് റൊണാൾഡോയുടെ ആരാധകർ പറഞ്ഞിട്ടുള്ളത്. നീയാണ് പോർച്ചുഗലിന്റെ പ്രശ്നമെന്ന് ഒരു കമന്റ് ഉണ്ട്. ക്രിസ്ത്യാനോക്ക് പാസ് നൽകിയിട്ടില്ലെങ്കിൽ പോർച്ചുഗൽ ഒരിക്കലും വേൾഡ് കപ്പ് നേടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒരു കമന്റ് ആയിക്കൊണ്ട് അവിടെയുണ്ട്. ക്രിസ്ത്യാനോ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യവും നിങ്ങളും എവിടെയും എത്താൻ പോകുമായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും ബഹുമാനം കാണിക്കൂ എന്നുള്ള മറ്റൊരു കമന്റ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആയിരക്കണക്കിന് കമന്റുകളാണ് ബ്രൂണോ ഫെർണാണ്ടസിന്റെയും അതുപോലെ തന്നെ മറ്റു സഹതാരങ്ങളുടെയും പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുക. എന്തിനേറെ പറയുന്നു, ജാവോ നെവസിന്റെ ഗേൾഫ്രണ്ടിന്റെ കമന്റ് ബോക്സിൽ വരെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും പോർച്ചുഗൽ ടീമിനകത്ത് ഇപ്പോൾ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പലരും ഒറ്റപ്പെടുത്തുന്നു എന്ന ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.